മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂണിഫോം ആൺകുട്ടികൾക്ക് പാന്റും ഷർട്ടും, പെൺകുട്ടികൾക്ക് ചുരിദാറും അതോടൊപ്പം ഒരു ഓവർ കോട്ടുമാണ് യൂണിഫോം. എന്നാൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ജന്നത്ത് സമരവീരയ്ക്ക് ഈ യൂണിഫോം ധരിക്കാൻ താല്പര്യമില്ല. അവർക്ക് കംഫർട്ട് പാന്റും ഷർട്ടുമാണ്. ഇത് സ്കൂൾ അധികൃതർ അറിയിച്ചപ്പോൾ അത് പറ്റില്ല, ഈ പെൺകുട്ടികളുടെ യൂണിഫോം തന്നെ ധരിക്കണമെന്നായിരുന്നു നിലപാട്. ഇതിനെതിരെ പരാതിയുമായി അവരുടെ മാതാവ് വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിക്കുകയും ഒടുവിൽ അതിലിപ്പോൾ നടപടി ഉണ്ടാകുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്? ഷർട്ടും പാൻറ്റും ഇടാനുള്ള ഒരു അനുമതിയാണ് മകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടി അനുമതി നൽകുന്ന ഒരു ഉത്തരവാണ്. പക്ഷേ നിലവിൽ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എൻ്റെ മകൾ മാത്രമാണ്. മറ്റു കുട്ടികൾക്ക് ചുരിദാറും കോട്ടും തന്നെ PTA നിർദ്ദേശിച്ച യൂണിഫോം തന്നെ ധരിക്കാമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ്. ഈ താങ്കളുടെ പരാതിയുടെ പുറത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കുകയായിരുന്നു. എങ്ങനെയാണ് പരാതിയുമായിട്ട് എവിടെ സമീപിച്ചു? അതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ആൺകുട്ടികൾ ധരിക്കുന്ന പോലെയുള്ള ഷർട്ടും പാൻറ്റും ധരിക്കണം എന്നാവശ്യപ്പെട്ട് മകൾ എന്നെ സമീപിക്കുകയായിരുന്നു. ആ ആവശ്യം ന്യായമാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ സ്കൂളിലെ HM ഒരു പരാതി നൽകുകയും കുട്ടിക്ക് കൂടി അത്തരത്തിൽ ഒരു വസ്ത്രം അനുവദിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ കൂടി ഉൾപ്പെടുന്ന PTA-യിൽ HM ആവശ്യം ആ പരാതി അവിടെ വെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ PTA-യിൽ ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് ആ പരാതി ആ ആവശ്യം PTA-ക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിനെ ഞാൻ സമീപിക്കുന്നതും വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിനോട് എൻക്വയറി നടത്താനും ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയോടുകൂടി അഭിപ്രായം തേടുകയും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ഉത്തരവാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അനുകൂലമായി ഇറക്കിയിരിക്കുന്നത്. മോള് ഹാപ്പിയായോ? ഓ, വളരെ ഹാപ്പിയായി. ഇനിയിപ്പോൾ പാന്റും ഷർട്ടും ധരിച്ചു പോവാല്ലേ? ഓ, എന്തായിരുന്നു നേരത്തെയുള്ള യൂണിഫോം? എന്തായിരുന്നു ഒരു പ്രശ്നം? അതിലെന്ന് പറയുന്നത് ചൂടാണല്ലോ നമ്മളുടെ കേരളത്തിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ ആ ചൂടുള്ള സമയത്ത് ഇത്രയും കട്ടിയുള്ള കോട്ടും അതിൻ്റെ കൂടെ തന്നെ ചുരിദാറും സ്ലിറ്റില്ലാത്തതായിരുന്നു ആദ്യത്തെ ചുരിദാർ. അതുകൊണ്ട് തന്നെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടുതൽ ഈ കടുത്ത ചൂടും കൂടി ആയതുകൊണ്ട് തീരെ കംഫർട്ടബിൾ അല്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടും കൂടിയായിരുന്നു. അതിനെ തുടർന്ന് മമ്മി പരാതി നൽകിയ സമയത്ത് PTA പുതിയ യൂണിഫോം ഇട്ടു. പക്ഷെ അത് കോളനൊക്കെ ആയിരുന്നു, ഭയങ്കര ചൂടായിരിക്കുമല്ലോ ഓബ്വിയസ്ലി. സ്ലിറ്റ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പുതിയ യൂണിഫോമിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് കംഫർട്ടബിൾ അല്ല എന്നതുകൊണ്ടും പിന്നെ ഞാൻ ഡെയിലി വെയറിന് യൂസ് ചെയ്യുന്നതും ഷർട്ടും പാൻറ്റും ടീഷർട്ടും ഒക്കെ ആയതുകൊണ്ടും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയത് ഇതായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ ക്ലാസ്സിലെയും സ്കൂളിലെയും ബോയ്സ് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ധരിച്ചുവിടാ എന്നുള്ളത് ഒരു കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ പാന്റും ഷർട്ടും ധരിച്ച് ഹാപ്പി ആയിട്ട് പോവാം അല്ലേ? ഓ, അപ്പോൾ ഈ ഒരുപക്ഷെ കൂടുതൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം, അവരെ മാതാപിതാക്കളോ മറ്റുള്ളവരോ ചിലപ്പോൾ ഇത്തരത്തിൽ നീങ്ങാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ അങ്ങ് ഒരു ഇതുവരെയുള്ള രീതിയിൽ നടന്നു പോകുന്നത്. അപ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്? ഇതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിക്കാൻ പ്രയാസകരമായിരിക്കും. ഒരു ജനറൽ ഓർഡർ, ഷർട്ടും പാൻറ്റും ധരിക്കാനുള്ള അനുമതിയുടെ ഒരു ജനറൽ ഓർഡർ ആവശ്യക്കാർക്ക് ധരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവ് ഇറക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ജന്നയുടെ പേരൊരു വെറൈറ്റി പേര് പോലെ തോന്നി, ജന്ന സമരവീര. എങ്ങനെയാ പേര് വന്നത്? സമരവീര ഒരു ശ്രീലങ്കൻ നെയിമാണ്. ശ്രീലങ്കൻ പേരിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങൾ ഇട്ടതാണ് ആ പേര്. ഓക്കെ, ഏതായാലും താല്പര്യമുള്ളവർക്കൊക്കെ ജനറൽ ന്യൂട്രൽ യൂണിഫോം ധരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ് ഇവരുടെ മാതാവ് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.